ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ 65 വയസ്സുള്ള ദേവേന്ദർ മോഹൻ ശർമ്മ എന്ന ഒരു ബിസിനസ്മാൻ. അദ്ദേഹം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നടത്തുകയാണ്. ഈ ദേവേന്ദ്ര തന്റെ 2 സഹോദരങ്ങളുമായി ചേർന്നാണ് ഈ ഹോമിയോപ്പത്തിക് മെഡിസിൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി നടത്തുന്നത്. ദേവേന്ദ്രക്ക് 62 വയസ്സുള്ള അനിത ദേവി എന്ന ഭാര്യ. ഇവർക്ക് 2 പെൺമക്കളാണുള്ളത്. ആദ്യത്തെ മകൾ ദിവ്യ 35 വയസ്സായി. ഡൽഹിയിലെ റിയൽ എസ്റ്റേറ്റ് ഉടമയുമായി ഇവർക്ക് വിവാഹം കഴിയുന്നു. ഇവർക്ക് 2 മക്കളുമുണ്ട്. വളരെ സന്തോഷകരമായ ഒരു ജീവിതം നടത്തുന്നു. രണ്ടാമത്തെ മകൾ പ്രിയങ്ക. അവൾ കോളേജ് പഠനം പൂർത്തിയാക്കിയതേയുള്ളൂ. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയങ്കയ്ക്ക് 26 വയസ്സ്. മൊത്തത്തിൽ ഈ ഒരു കുടുംബത്തിലെല്ലാം തന്നെ പൂർണ്ണമായി വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഈ സമയത്ത് 2021 ഫെബ്രുവരി മാസം 1-ാം തീയതി രാത്രി ഈ ദമ്പതികൾ ഇവരുടെ ഇളയ മകൾ പ്രിയങ്ക 3 പേരും ഇരുന്ന് അത്താഴം കഴിക്കുന്നു. പിന്നീട് അവർ അവരുടെ മുറികളിലേക്ക് ഉറങ്ങാനും പോകുന്നു. അർദ്ധരാത്രി പെട്ടെന്ന് പ്രിയങ്കയ്ക്ക് കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടു. അവൾ അമ്മയോട് കാര്യം പറഞ്ഞു. എന്തെങ്കിലും ഗ്യാസ്ട്രിക് പ്രശ്നമായിരിക്കുമെന്ന് കരുതി വീട്ടിലുള്ള മരുന്ന് ആ അമ്മ കൊടുത്തു. എന്നിട്ട് പോലും അവൾക്ക് വേദന മാറിയില്ല. അത് വീണ്ടും വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. മാത്രവുമല്ല, പെട്ടെന്ന് പ്രിയങ്കയുടെ കൈകളും കാലുകളുമെല്ലാം മരക്കഷ്ണങ്ങൾ പോലെ പൂർണ്ണമായും മരവിച്ചുപോയി. ഉടനെ ഈ 2 പേരും ഭയന്ന് പ്രിയങ്കയെ തൊട്ടടുത്തുള്ള അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ അവൾക്ക് പ്രാഥമിക ശുശ്രൂഷ എല്ലാം നൽകി. ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും എല്ലാം നടത്തി. എല്ലാം നോർമലായിരുന്നു. ഡോക്ടർക്ക് ശരിക്കും പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. 2 ദിവസമായിട്ടും അവളുടെ ആരോഗ്യനിലയിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. ഇനി ഈ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ ശരിയാകില്ല. മറ്റൊരു ആശുപത്രിയിൽ പോകാം എന്ന് കരുതി തൊട്ടടുത്തുള്ള BLK മാക്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അവളെ മാറ്റി. അവിടെയും ഡോക്ടർ അടിസ്ഥാന പരിശോധനകളെല്ലാം നടത്തി. എന്നാൽ ഇത്രയധികം പരിശോധനകൾ നടത്തിയിട്ടും അത്രയേറെ വിദഗ്ധരായ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നിട്ട് കൂടിയും പ്രിയങ്കയുടെ പ്രശ്നം എന്താണെന്ന് ആരെക്കൊണ്ടും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഒരു 10 ദിവസം കടന്നുപോയി. നിർഭാഗ്യവശാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 2 ആഴ്ച കഴിഞ്ഞ് ഫെബ്രുവരി മാസം 15-ാം തീയതി 26 വയസ്സുള്ള പ്രിയങ്ക എന്ന പെൺകുട്ടി മരിക്കുന്നു. അവളുടെ മരണം ആ വീട്ടിൽ വലിയൊരു ആഘാതം തന്നെ സൃഷ്ടിച്ചു. അവൾ എങ്ങനെ മരിച്ചു എന്നുള്ളത് പോലും ആർക്കും അറിയില്ലായിരുന്നു. എന്തായാലും മരിച്ചു. അവളുടെ അവസാന ചടങ്ങുകളും നടത്തി. ആ മകളുടെ മരണം ആ കുടുംബത്തിൽ വലിയൊരു ശൂന്യത തന്നെ സൃഷ്ടിച്ചു. അവൾ മരിച്ച 4-ാം ദിവസം ആ വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും ഇതേ സിംറ്റംസ് തന്നെ ഉണ്ടാകാൻ തുടങ്ങി. ദേവേന്ദ്രക്കും വയറുവേദന ഉണ്ടാകാൻ തുടങ്ങി. കാലുകളും കൈകളും മരവിച്ചു പോകുന്ന അനുഭവം. ഇവയ്ക്കെല്ലാം അപ്പുറം ദേവേന്ദ്രയുടെ ഭാര്യ അനിത, അവർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇവർക്ക് വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരിയുണ്ട്. അവർക്കും സെയിം പ്രശ്നം തന്നെ. ഇപ്പോൾ ദേവേന്ദ്രനും ഭാര്യയും ശ്രീ ഗംഗാറാം എന്ന ആശുപത്രിയിലേക്ക് പോയി. വീട്ടുജോലിക്കാരി മറ്റൊരു ആശുപത്രിയിലേക്കും പോകുന്നു. ആശുപത്രിയിൽ ഇവർക്ക് ശുശ്രൂഷകൾ നൽകുകയാണ്. ഇപ്പോൾ ഡോക്ടേഴ്സിനൊരു സംശയം. വീടിനുള്ളിൽ ഇവർ കഴിച്ച ഭക്ഷണത്തിലോ വെള്ളത്തിലോ എന്തെങ്കിലും അണുബാധ ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് കരുതി ആ ഒരു രീതിയിലും ടെസ്റ്റ് ചെയ്തു. പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇനി ശരീരത്തിൽ വിഷം എന്തെങ്കിലും ഉണ്ടോ എന്നും പരിശോധിച്ചു. അവരുടെ യൂറിൻ, ബ്ലഡ് എല്ലാം പരിശോധിച്ചു. അപ്പോഴും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന്. ഇപ്പോൾ ദിവസം കഴിയുന്തോറും ദേവേന്ദ്ര ഇതിൽ നിന്ന് പതിയെ റിക്കവർ ആകാൻ തുടങ്ങി. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ അനിത, അവർ കൂടുതൽ വഷളാക്കാൻ തുടങ്ങി. അതുപോലെ സമാനമായ രീതിയിൽ വീട്ടുജോലിക്കാരി, അവർക്കും പതിയെ ഈ രോഗലക്ഷണങ്ങളെല്ലാം കുറഞ്ഞു വന്നു, സുഖം പ്രാപിച്ചു. അനിത അപ്പോഴും ICUവിലായിരുന്നു. മരണം എപ്പോൾ വേണമെങ്കിലും അവരെ സ്പർശിക്കാമെന്ന അവസ്ഥയിൽ. സത്യത്തിൽ ദേവേന്ദ്രക്ക് തന്റെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. മകൾ മരിച്ചുപോയി. ഭാര്യ ഗുരുതരമായ അവസ്ഥയിലാണ്. ഇങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കുമ്പോഴാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം ഇദ്ദേഹത്തിന്റെ കാതിലെത്തിയത്. ഇവരുടെ മൂത്ത മകൾ ദിവ്യയുടെ ഭർത്താവിൽ നിന്നും ഇദ്ദേഹത്തിന് ഒരു കോൾ വരുന്നു. ദിവ്യയുടെ ഭർത്താവ് ഒരു ബിസിനസ്മാനാണ്. ഒരുപാട് പണമുണ്ട്. പ്രതിമാസം വീട്ടു വാടക തന്നെ 4-5 ലക്ഷത്തോളം വരും. അത്രത്തോളം സമ്പന്നൻ. ഇയാൾ ഫോൺ വിളിച്ച് ദേവേന്ദ്രയോട് പറഞ്ഞത്, നിങ്ങളുടെ മകൾ ദിവ്യയ്ക്ക് സുഖമില്ല എന്ന്. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, ഇതിനകം നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും എന്ത് ലക്ഷണങ്ങളാണോ ഉണ്ടായിരുന്നത് അതേ സിംറ്റംസ് തന്നെയാണ് ദിവ്യയ്ക്കുമുള്ളത് എന്ന്. വയറുവേദന, ശരീരം മുഴുവനും മരവിച്ചു പോകുന്നു, മുടി പതിയെ കൊഴിയാൻ തുടങ്ങുന്നു. ഇത് കേട്ട് അച്ഛൻ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യുക, ഭാര്യ ചികിത്സയെടുക്കുന്ന ഈ ഗംഗാറാം എന്ന ആശുപത്രിയിലേക്ക് തന്നെ ദിവ്യയും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ദിവ്യയെ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ അവൾ അനിതയെക്കാളും ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. ICUവിലേക്ക് അവളെയും പ്രവേശിപ്പിച്ചു. എപ്പോൾ വേണമെങ്കിലും മകൾ മരിക്കാമെന്നൊരു സാഹചര്യം. ഒരു ഘട്ടത്തിൽ ദിവ്യ കോമയിലേക്ക് തന്നെ പോകുന്നു. മകളായ ദിവ്യയ്ക്ക് 3 വയസ്സ് പ്രായമുള്ള 2 മക്കളുണ്ട്. ട്വിൻസ് ആണ്. ദേവേന്ദ്രയുടെ കുടുംബത്തിന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? പ്രിയങ്കയുടെ മരണം സ്വാഭാവിക മരണമാണോ, അല്ലെങ്കിൽ അതൊരു കൊലപാതകമാണോ? അവളുടെ കുടുംബത്തിലെ എല്ലാവർക്കും എങ്ങനെയാണ് ഒന്നിനു പുറമെ ഒന്നായി ഇത്രയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്? ഇതിന് പുറകിലെ രഹസ്യം എന്താണ്? ഇങ്ങനെ പല കുഴപ്പങ്ങളും ട്വിസ്റ്റുകളും നിറഞ്ഞ ഇങ്ങനെയെല്ലാം ഒരു കുടുംബത്തിൽ സംഭവിക്കുമോ? ഇതുപോലൊരു ക്രൂരത ഒരു കുടുംബത്തിന് നൽകാൻ മനുഷ്യർക്ക് സാധിക്കുമോ എന്നൊക്കെ
നമ്മൾ പോലും ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഈ കേസിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഈ വ്യത്യസ്തമായ കേസിനെ കുറിച്ച് ആ ഹോസ്പിറ്റലിലെ ഡീൻ അറിയുകയാണ്. സീനിയർ ഡോക്ടേഴ്സ് പറഞ്ഞ വിവരങ്ങൾ കേട്ടിട്ട് ഡീൻ ഇവരെ പരിശോധിക്കാൻ വരുന്നു. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ഇവരുടെ ശരീരത്തിൽ വിഷാംശമുണ്ട്, അതിനൊരുപാട് സാധ്യതയുണ്ട്. പക്ഷെ ഞങ്ങളതിന് എല്ലാ ടെസ്റ്റും നടത്തിയതാണ്, ഞങ്ങളെ കൊണ്ട് വിഷത്തിന്റെ അംശമൊന്നും ശരീരത്തിൽ നിന്നും കണ്ടെത്താനേ സാധിച്ചില്ല എന്ന് സീനിയർ ഡോക്ടേഴ്സ് പറഞ്ഞു. ഇപ്പോൾ ഡീൻ ചോദിച്ചത്, ഹെവി മെറ്റൽ ടെസ്റ്റ് ചെയ്തു നോക്കിയോ എന്ന്. ഇല്ല ഡോക്ടർ, ഞങ്ങൾ ആ ടെസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുടെ യൂറിൻ, ബ്ലഡ് സാമ്പിൾ എല്ലാം എടുത്ത് ഈ ഹെവി മെറ്റൽ ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആ റിപ്പോർട്ട് എന്നെ ഏൽപ്പിക്കുക എന്ന്. ഈ ടെസ്റ്റ് എല്ലാം ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോൾ അത് കണ്ട ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തന്നെ ഞെട്ടിപ്പോകുന്നു. കാരണം ഈ 2 പേരുടെ ശരീരത്തിലും കനത്ത വിഷാംശമുള്ളത് കണ്ടെത്തി. ഈ വിഷത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു വിഷവസ്തു എന്ന് മാത്രം പറയാം. ഇവരുടെ ശരീരത്തിൽ ആ പദാർത്ഥം മൂലമുണ്ടാകുന്ന വിഷാംശം എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വിഷം 1-2 ഗ്രാം മൈക്രോഗ്രാം പെർ ലിറ്റർ ഉണ്ടാകും. എന്നാൽ അനിതയുടെ ശരീരത്തിൽ 5000 മൈക്രോഗ്രാം ഉണ്ടായിരുന്നു. അവരുടെ മകൾ ദിവ്യ, അവരുടെ ശരീരത്തിൽ 7000 മൈക്രോഗ്രാം ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, 1 ഗ്രാമിനും 7000 ഗ്രാമിനും എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന്. ഇത്രയേറെ വിഷാംശം ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ തീർച്ചയായും ഇത്രയധികം പ്രശ്നങ്ങൾ വരിക തന്നെ ചെയ്യും. എന്തായാലും ഈ വിഷത്തിന്റെ ഉറവിടം തീർച്ചയായും മെഡിക്കൽ ഷോപ്പിൽ നിന്നും ലഭ്യമാകില്ല. സർക്കാർ നിരോധിച്ച വളരെ ഭയങ്കരമായൊരു വിഷമരുന്നാണിത്. ഈ വിഷം ഈ കുടുംബത്തിന് ആരാണ് നൽകിയത്? ഈ ഒരു ചോദ്യമായിരുന്നു പിന്നീട് എല്ലാവരുടെ മനസ്സിലും വരാൻ തുടങ്ങിയത്. ഇതിലൂടെ ദേവേന്ദ്രക്ക് മനസ്സിലായി, ആദ്യം മരിച്ച പ്രിയങ്കയുടെ ശരീരത്തിലും ഒരുപക്ഷെ ഇതേ വിഷം തന്നെ ഉണ്ടായിരുന്നിരിക്കാമെന്ന്. ഇപ്പൊ ഡോക്ടർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഉറവിടം മനസ്സിലായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നൽകാമെന്ന് ചിന്തിച്ചാൽ പോലും ശരീരത്തിൽ അളവിൽ കൂടുതൽ വിഷമുള്ളതുകൊണ്ട് ദേവേന്ദ്രയുടെ ഭാര്യ അനിത മരിക്കുന്നു. ഇപ്പോഴാണ് ദേവേന്ദ്ര ഈ വിഷത്തെക്കുറിച്ച് ഡോക്ടറോട് ചോദിക്കുന്നു. ഇതൊരു മെഡിക്കൽ ഷോപ്പിൽ സാധാരണയായി ലഭിക്കുന്ന മരുന്നല്ല. ഇന്ത്യ മുഴുവനും ഈ ഒരു വിഷമരുന്ന് നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയോ, ഇലക്ട്രോണിക്കൽ മേക്കിംഗ്, ലെൻസ് മാനുഫാക്ചറിംഗ് കമ്പനി, ഇങ്ങനെയുള്ള ബിസിനസ് കമ്പനികൾക്ക് ഈ സ്പെസിഫിക് ആയ വിഷം ആവശ്യം വരും. ഇതവർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ പോലും ശരിയായ ഒരു ലെറ്റർ നൽകി എന്തിനു വേണ്ടിയാണ് അവർക്ക് ഈ മെറ്റൽ ആവശ്യമായി വരുന്നത്, എന്ത് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നു, അതിന് എത്ര ക്വാണ്ടിറ്റി വേണം, ഇങ്ങനെ ഗവൺമെന്റ് അപ്രൂവൽ ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ വിഷം വാങ്ങി അവരുടെ ആവശ്യത്തിന് അവർക്ക് ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. ഇത്തരം ഒരു വിഷമരുന്ന് ഒരു സാധാരണ മനുഷ്യന് എന്തായാലും ലഭിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ വിഷം വാങ്ങിയത് ഒരു ബിസിനസ്സുകാരനാണെന്ന് അവർ അനുമാനിക്കാൻ തുടങ്ങി. ഈ സമയത്ത് എല്ലാവർക്കും സംശയം പോയത് ആ വീട്ടിലെ ജോലിക്കാരിയോടായിരുന്നു. അവരാണ് അവിടെയുള്ള ജോലികളെല്ലാം ചെയ്യുന്നത്. ഒരു പക്ഷേ ഭക്ഷണത്തിൽ അവരെന്തെങ്കിലും കലർത്തിയോ എന്ന് ചിന്തിച്ചാൽ അവരുടെ ശരീരത്തിലും ഇതേ വിഷം തന്നെ ഉണ്ടായിരുന്നു. അവരും ആശുപത്രിയിൽ അഡ്മിറ്റായി റിക്കവറായി. അപ്പൊ പിന്നെ ജോലിക്കാരിയാകാൻ സാധ്യതയില്ല. അപ്പൊ പിന്നെ ഇത്രയും ക്രൂരമായൊരു കാര്യം ആര് ചെയ്തിട്ടുണ്ടാകുമെന്ന് ദേവേന്ദ്ര ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരു ദുഃഖവാർത്ത കേൾക്കേണ്ടി വന്നു. കോമയിലുണ്ടായിരുന്ന ഇവരുടെ ആദ്യത്തെ മകൾ ദിവ്യ, 2 മക്കളുടെ അമ്മ, വളരെ ദാരുണമായ അവസ്ഥയിൽ മരിക്കുന്നു. ഏകദേശം 10-15 ദിവസത്തെ ഇടവേളയിൽ മുഴുവൻ കുടുംബത്തെയും ദേവേന്ദ്രയ്ക്ക് നഷ്ടമായി. മറുവശത്ത് നോക്കിയാൽ വരുൺ എന്ന വ്യക്തിക്ക് തന്റെ ഭാര്യ നഷ്ടമായി. 3 വയസ്സുള്ള 2 മക്കൾ. ഇപ്പോൾ ആ മക്കളുടെ അമ്മയില്ലാതെ ആ വ്യക്തി ദുഃഖിക്കാൻ തുടങ്ങി. ദേവേന്ദ്രയ്ക്ക് ഇതെല്ലാം കൂടെ ആയപ്പോൾ വല്ലാത്ത ദേഷ്യം വന്നു. തന്റെ കുടുംബത്തോട് ഇത്ര വലിയൊരു ക്രൂരത ചെയ്തു, അത് ആരാണെന്ന് കണ്ടെത്താനായി ഒരു ക്ലോസ് ഫ്രണ്ടായ ഡോക്ടറെ സമീപിക്കുന്നു. അദ്ദേഹം US-ലാണ്. ഈ റിപ്പോർട്ട്സ് എല്ലാം ആ ഡോക്ടർക്ക് അയച്ചു കൊടുക്കുന്നു. ആ ഡോക്ടർ പറഞ്ഞത്, ഇത്രയേറെ ഭയങ്കരമായ ഒരു വിഷം ഇത് പച്ചക്കറിയിലൂടെയോ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ കാറ്റുമൂലമോ പടരാനുള്ള ഏതൊരു സാധ്യതയും ഇല്ല. പർപ്പസ്ഫുള്ളി അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും മരിക്കണം, വേരോടുകൂടി നശിക്കണം എന്നുള്ളതിന് വേണ്ടി ആരോ ഒരാൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ വിഷം കലർത്തിയിട്ടുണ്ട്. അതിനാണ് സാധ്യത. അങ്ങനെയാണ് ഈ വിഷം വർക്കാവുക എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ദേവേന്ദ്ര ചിന്തിച്ചു നോക്കുന്നു. ആദ്യമായി മകൾ പ്രിയങ്ക സുഖമില്ലാതായത് ഫെബ്രുവരി മാസം 1-ാം തീയതിയായിരുന്നു. അതിനു മുൻപ് നമ്മൾ വ്യത്യസ്തമായ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, പുറത്തുള്ള ആളുകൾ തന്ന ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി.
അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കാര്യം വന്ന് തട്ടിയത്. 2021 ജനുവരി മാസം 31 ഇവരുടെ ആദ്യത്തെ മകൾ ദിവ്യയും 2 പെൺമക്കളും അമ്മയുടെ വീട്ടിലേക്ക് വന്നിരുന്നു. ഭാര്യയെ വിളിച്ചുകൊണ്ടു പോകാനായി മരുമകൻ വരുണും വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ വന്ന അദ്ദേഹം അന്ന് ആ കുടുംബത്തിന് വേണ്ടി മീൻ കറി കൊണ്ടുവന്നിരുന്നു. ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു. അവിടെ ഈ മീൻ കണ്ടു, വളരെ ഫ്രഷായി തോന്നി. അതുകൊണ്ട് ഞാൻ വാങ്ങി ഞാൻ തന്നെ കുക്ക് ചെയ്ത് കൊണ്ടുവന്നുവെന്നും അവൻ പറഞ്ഞു. ആ കുടുംബത്തിന് നൽകിയപ്പോൾ അതവർക്ക് വലിയ സന്തോഷമായി, പ്രധാനമായും ദേവേന്ദ്രക്ക്. കാരണം ആ കുടുംബത്തിനും മരുമകനും ഇടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേറെ തെറ്റിദ്ധാരണകൾക്കിടയിൽ പോലും മരുമകൻ തങ്ങൾക്ക് വേണ്ടി മീൻ കറി ഉണ്ടാക്കിക്കൊണ്ട് വന്നല്ലോ എന്ന് ചിന്തിച്ച് എല്ലാവരും സന്തോഷിച്ചു. അങ്ങനെ എല്ലാവരും അത് കഴിച്ചു. ദേവേന്ദർ, അനിത, വീട്ടിലെ ജോലിക്കാരി കുറച്ച് കഴിക്കുന്നു. പിന്നീട് വരുണിന്റെ ഭാര്യ ദിവ്യ കഴിച്ചു. ഈ സമയത്ത് ദേവേന്ദ്ര മരുമകനായി വരുണിനോട് മീൻ കറി കഴിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവൻ പറഞ്ഞത്, കുറച്ചു ദിവസമായി താടിയിലിന് എന്തോ ഒരു പ്രശ്നം, നല്ല വേദനയുണ്ട്, ശരിയായി ചവച്ച് കഴിക്കാനൊന്നും പറ്റുന്നില്ല, ഞാൻ പിന്നീട് കഴിക്കാം, നിങ്ങൾ ഇപ്പോൾ കഴിച്ചോ എന്നും പറഞ്ഞു. കൂടാതെ അവർക്ക് 2 പെൺമക്കളുണ്ട്. അവർക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇതേ വരുൺ പറഞ്ഞത്, ഇല്ലല്ല, അവരിപ്പോഴാണ് ഒരുപാട് സ്നാക്സ് ഐസ്ക്രീം ഒക്കെ കഴിച്ചത്, അതുകൊണ്ട് ഇപ്പോൾ അവർ മീൻ കഴിക്കേണ്ട എന്ന് പറഞ്ഞ് ആ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതിനെയും അയാൾ അവിടെ തടഞ്ഞു. ഈ സമയത്ത് പുറത്ത് ജോലിക്ക് പോയിരുന്ന ഇവരുടെ മകൾ പ്രിയങ്ക ഒരു 5:30 വീട്ടിലേക്ക് വരുന്നു. വല്ലാത്ത വിശപ്പോടു കൂടി വന്നു. അപ്പോഴാണ് വീട്ടിലെല്ലാവരും മീൻ കറി കഴിക്കുന്നത് കണ്ടത്. അങ്ങനെ അവളും ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാക്കി വന്ന എല്ലാ മീൻ കറിയും അവൾ കഴിച്ചു. തുടർന്ന് ഭാര്യയും വിളിച്ചുകൊണ്ടുവരാൻ വീട്ടിലേക്ക് പോകുന്നു. അന്ന് രാത്രിയാണ് പ്രിയങ്കയ്ക്ക് വയറുവേദന ഉണ്ടാകുന്നത്. പിന്നീടാണ് ഈ ചെയിൻ ഓഫ് ഇവന്റ്സ് എല്ലാം ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയത്. ഒരുപക്ഷെ തൻ്റെ മരുമകൻ കൊണ്ടുവന്ന മീൻ കറിയിൽ മുഴുവൻ കുടുംബത്തെയും കൊല്ലാൻ അവൻ വിഷം കലർത്തിയോ, ഇങ്ങനെ ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. കൂടാതെ വരുണിന്റെ ഭാര്യ ദിവ്യ, അവൾ മരിച്ചു. അപ്പൊ തീർച്ചയായും വരുൺ തന്നെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന രീതിയിൽ ദേവേന്ദ്ര വിശ്വസിക്കാൻ തുടങ്ങി. 2021 മാർച്ച് മാസം 23 പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് അദ്ദേഹം ഒഫീഷ്യലായി തന്നെ വരുണിൽ ഒരു സംശയമുണ്ടെന്ന് കാണിച്ചൊരു പരാതി നൽകി. പോലീസ് അന്വേഷിക്കാനായി വരുണിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഇല്ലില്ല, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, സത്യത്തിൽ എനിക്ക് എങ്ങനെയാണ് ഈ വിഷം ലഭിക്കുക, എനിക്ക് അങ്ങനെയുള്ള കമ്പനികളൊന്നും അറിയില്ല, ഞാനൊരു സാധാരണ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്, എനിക്ക് എങ്ങനെയാണ് ഈ മരുന്ന് ലഭിക്കുക എന്ന് അയാൾ പറഞ്ഞു. അടുത്ത പോലീസ് ചെയ്തത് അയാളുടെ വീട് മുഴുവനും പരിശോധന നടത്തി. ആദ്യം അയാളുടെ കമ്പ്യൂട്ടർ പരിശോധിച്ചു. അതിന്റെ ഹിസ്റ്ററിയിൽ എങ്ങനെ ഒരാളെ സുഖമില്ലാതാക്കാൻ കഴിയും, ഇങ്ങനെയുള്ള ഒരുപാട് സെർച്ചുകൾ നടന്നിട്ടുണ്ട്. പിന്നീട് വീട് പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ കണ്ടെത്തി. ആ ബോട്ടിൽ വിഷമുള്ളതും അവർ കണ്ടെത്തി. ഏകദേശം അതേ വിഷം തന്നെയാണ് മരിച്ചുപോയ 3 പേരുടെ ശരീരത്തിലും ഉണ്ടായിരുന്നത്. പോലീസ് ഇപ്പോൾ തീരുമാനിച്ചു, തീർച്ചയായും വരുൺ തന്നെയാണ് ഈ വിഷം വാങ്ങിയത് എന്ന്. ആ വിഷം മീൻ കറിയിൽ കലർത്തി ആ കുടുംബത്തെ മുഴുവനും കൊന്നത് വരുണാണെന്നും പറഞ്ഞ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. എന്നാൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് വരുൺ പറഞ്ഞത്, സർ 1 മിനിറ്റ് ഒന്ന് നിൽക്കാമോ, ഞാനൊന്ന് ബാത്റൂമിൽ ചെന്ന് ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുന്നു. തിരികെ വരുന്നു. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്കും കൊണ്ടുപോകുന്നു. പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അയാൾക്ക് ബോധം നഷ്ടമാകുന്നു. ആശുപത്രിയിൽ അയാളെ കൊണ്ടാക്കുന്നു. അയാളുടെ ശരീരത്തിലും ഇപ്പോൾ അതേ വിഷമുണ്ടെന്നുള്ളത് കണ്ടെത്തി. പക്ഷേ ആ വിഷം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ 2 ആഴ്ച അയാൾ ആശുപത്രിയിൽ വെച്ച് ചികിത്സിക്കുന്നു. ഇതിപ്പോ ദേവേന്ദ്രക്ക് വല്ലാത്ത ദേഷ്യത്തിന് കാരണമായി. അവൻ തന്നെയാണ് എല്ലാം ചെയ്തത്. പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസിനെ പറ്റിക്കാൻ അവൻ ഉള്ളിലേക്ക് ചെന്ന് വളരെ കുറച്ച് വിഷം മാത്രം കഴിച്ചു. എന്നിട്ട് വന്ന് ആശുപത്രിയിൽ കിടക്കുകയാണ്. അവൻ അഭിനയിക്കുകയാണ്, എൻ്റെ ശരീരത്തിലും വിഷാംശമുണ്ട്, ഞാനും ഇതേ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ പിന്നെ മറ്റാരോ ആണ് ഈ മുഴുവൻ കുടുംബത്തെയും കൊല്ലാനായി വിഷം കലർത്തിയത് എന്ന രീതിയിൽ അവനൊരു നാടകം കളിക്കാൻ തുടങ്ങി. പക്ഷെ പോലീസ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ വളരെ ക്ലെവറായി തന്നെ നടത്തി. ആദ്യം ഈ മരുന്ന് കണ്ടെത്തിയല്ലോ, അതിനുശേഷം ഇയാൾ ആ മരുന്ന് എവിടെ നിന്ന് വാങ്ങി എന്നുള്ളത് പോലീസ് തിരയാൻ തുടങ്ങി. അവിടെയാണ് വരുണിന്റെ ക്രിമിനൽ മൈൻഡ് മനസ്സിലാകുന്നത്. ഞാൻ ഇതിനകം പറഞ്ഞു, ഈ ഒരു വിഷമരുന്ന് സാധാരണ ഒരു മനുഷ്യന് ലഭിക്കില്ല. ഒരു മാനുഫാക്ചറിങ് കമ്പനി പ്രോപ്പറായി തന്നെ ഒരു പെർമിഷൻ കൊടുക്കണം, എന്നാലേ വാങ്ങാൻ കഴിയൂ. ഇപ്പൊ വരുൺ ചെയ്തത്, തന്റെ ഭാര്യയുടെ അച്ഛനായ ദേവേന്ദ്ര ഒരു ഹോമിയോപ്പത്തിക് മെഡിസിൻ മാനുഫാക്ചർ കമ്പനി നടത്തുകയാണ്. അയാളുടെ പേരിൽ ഒരു ഫേക്ക് ഡോക്യുമെന്റ്സ് എല്ലാം തയ്യാറാക്കി. എന്നിട്ട് വിഷം വിൽക്കുന്ന ചില കമ്പനിക്ക് ഡോക്യുമെന്റ്സ് അയച്ചു. മാനുഫാക്ചറിങ്ങിനായി ഈ വിഷം ആവശ്യമാണ് എന്ന രീതിയിൽ റിക്വസ്റ്റ് കൊടുക്കുന്നു. ഡോക്യുമെന്റ്സ് എല്ലാം സത്യമാണ് എന്ന് വിശ്വസിച്ച് നിങ്ങൾ പേ ചെയ്താൽ മതി, നിങ്ങൾക്ക് മരുന്ന് അയക്കാം എന്ന് ആ കമ്പനി സമ്മതിച്ചു. പക്ഷെ അവിടെയാണ് വരുൺ ഒരു തെറ്റ് ചെയ്തത്. വരുണിന്റെ അമ്മയായ ജിയ, ഈ സ്ത്രീ, ഇവരുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം അയച്ചു കൊടുത്തത്. ഇതിലൂടെ തന്നെ മനസ്സിലായി പേയ്മെന്റ് വരുണാണ് ചെയ്തത്, വിഷം വാങ്ങിയതും വരുണാണ്. പക്ഷെ നേരിട്ട് തന്റെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതിന് പകരം മറ്റൊരു സ്ഥലത്തുള്ള തന്റെ കസിൻ വീടിന്റെ അഡ്രസ് ആണ് കൊടുത്തത്. പക്ഷേ കസിൻ പോലും ഇത് അറിഞ്ഞില്ല. അവിടെയുള്ള സെക്യൂരിറ്റിയോട് ഇയാൾ പറഞ്ഞത്, എൻ്റെ കസിനൊരു പാഴ്സൽ വരും, അത് നിങ്ങൾ വാങ്ങി വയ്ക്കണം, അദ്ദേഹത്തോട് പറയണ്ട,
ഞാൻ വന്ന് നിങ്ങളുടെ പക്കൽ നിന്നും വാങ്ങാം എന്നും പറഞ്ഞ് സെക്യൂരിറ്റിക്ക് ഒരൽപ്പം പണം നൽകി. അങ്ങനെ കസിന്റെ വീട്ടിലേക്ക് വന്ന പാർസലാണ് ഇയാൾ വാങ്ങിയത്. ഇതൊന്നും കസിൻ പോലും അറിഞ്ഞിട്ടില്ല. മരുന്ന് വാങ്ങിയ ഇയാൾ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയ സമയം പ്രയോജനപ്പെടുത്തി കറിയിൽ വിഷം കലർത്തി വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടാകാമെന്നാണ് സംശയിച്ചത് പോലീസ്. പക്ഷെ പോലീസ് റെക്കോർഡ്സ് എല്ലാം പരിശോധിക്കുമ്പോൾ അയാൾ 2 തവണ മരുന്ന് വാങ്ങിയിട്ടുണ്ട്. ജനുവരി മാസം 1 തവണ വാങ്ങി, ഫെബ്രുവരി മാസം 1 തവണയും വാങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷെ ജനുവരി മാസം വാങ്ങിയ മരുന്ന് അത് മീൻ കറിയിൽ കലർത്തി വീട്ടിലെല്ലാവർക്കും കൊടുത്തു. അതിലൂടെ തന്റെ ഭാര്യയും മരിക്കുമെന്ന് ചിന്തിച്ചു. പക്ഷെ അവൾ കുറച്ച് കറി മാത്രമേ കഴിച്ചുള്ളൂ, അതുകൊണ്ട് മരിച്ചില്ല. വരുണിന്റെ പക്കലാണെങ്കിൽ മരുന്നും തീർന്നു. അതുകൊണ്ട് അയാൾ വീണ്ടും ആ മരുന്ന് ഓർഡർ എടുത്ത് തന്റെ വീട്ടിലുണ്ടായിരുന്ന ഭാര്യയ്ക്ക് തന്നെ അയാൾ അത് കൊടുത്തു. അതും ഒരു ഹെവി ഡോസേജ് തന്നെ നൽകി. അതുകൊണ്ടാണ് അവർ കോമ സ്റ്റേജിലേക്ക് പോയി മരിച്ചത്. ഇപ്പോൾ 2 തവണ അയാൾ മരുന്ന് വാങ്ങിയെന്ന് പോലീസിന് മനസ്സിലായി. ഡോക്യുമെന്റ്സ് വ്യാജമാണെന്ന് മനസ്സിലായി. മരുന്നും അയാളുടെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്യും താൻ പിടിക്കപ്പെട്ടുവെന്ന് മനസ്സിലായപ്പോൾ ആ ഉണ്ടായിരുന്ന മരുന്നിൽ നിന്നും ഒരല്പം മരുന്ന് അയാൾ കഴിച്ചു. എന്നിട്ട് തന്റെ ശരീരത്തിലും വിഷമുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ നാടകം കളിക്കുകയായിരുന്നു. അവസാനം 2 ആഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം നിയമം അനുസരിച്ച് അയാൾ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു. ഇപ്പൊ തെളിവുകളെല്ലാം ഇയാൾക്ക് എഗെയിൻസ്റ്റ് ആണ്. മനസ്സിലായി വരുണിന് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. അവസാനം സത്യം പറഞ്ഞു. അതെ, എനിക്കും എൻ്റെ ഭാര്യയുടെ കുടുംബത്തിനും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് സത്യമല്ല എന്ന് പോലീസിന് മനസ്സിലായി. മുഴുവൻ കുടുംബത്തെയും കൊല്ലാൻ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരിക്കലും ഒരു കാരണമാകില്ല. ഇതിന് പുറകിൽ തീർച്ചയായും വളരെ സ്ട്രോങ് ആയ ഒരു കാരണമുണ്ട്. ഇതിനെക്കുറിച്ച് വീണ്ടും അന്വേഷിക്കുമ്പോഴാണ് സത്യത്തിൽ എന്ത് സംഭവിച്ചു, ഈ കൊലപാതകത്തിനെല്ലാം പിന്നിലുള്ള കാരണം എന്താണെന്ന് മനസ്സിലായത്. വരുണും വരുണിന്റെ അമ്മായിച്ചനും തമ്മിൽ ഈ ബിസിനസ് കാര്യങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കൊലപാതകങ്ങളുടെ എല്ലാം ഒരു മൂല കാരണം ഇവർക്ക് വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ വീട്, പണം, സ്വത്ത് എല്ലാം തന്നെയുണ്ട്. പക്ഷെ ഇവർക്ക് കുഞ്ഞുങ്ങളില്ല. ഏകദേശം 6 വർഷമായി കുഞ്ഞുങ്ങളില്ല. ഇപ്പോൾ ഇവർ 2 പേരും തീരുമാനിച്ച് ചികിത്സയ്ക്കായി പോയി. IVF ട്രീറ്റ്മെന്റിലൂടെ ഇവർക്ക് ട്വിൻസ് ജനിച്ചു. എന്നാൽ വരുണിന്റെ അമ്മ ജിയയ്ക്ക് ഈ ഒരു രീതിയിലൂടെ കുഞ്ഞുങ്ങൾ പ്രസവിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു പക്ഷെ മനസ്സിലാകും, ചില വയസ്സായ സ്ത്രീകൾക്ക് ഇങ്ങനെ ട്രീറ്റ്മെന്റിലൂടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതൊന്നും ഇഷ്ടമല്ല. സത്യത്തിൽ അത് നമ്മുടെ കുഞ്ഞുങ്ങളല്ല എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടാകും. അതുകൊണ്ട് ജിയ എന്ന സ്ത്രീ ഈ 2 കുഞ്ഞുങ്ങളെയും അംഗീകരിക്കാനേ തയ്യാറായില്ല. എങ്കിൽ പോലും വരുൺ, ദിവ്യ 2 പേരും ആ കുഞ്ഞുങ്ങളെ നന്നായി തന്നെ നോക്കി. ഈ സാഹചര്യത്തിലാണ് വരുണിന്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. മരിച്ച അടുത്ത ചില മാസത്തിൽ തന്നെ ദിവ്യ വീണ്ടും ഗർഭിണിയാകുന്നു. എന്നാൽ ഇത്തവണ അത് സ്വാഭാവികമായ ഒരു ഗർഭമായിരുന്നു. ഇവിടെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. ഈ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷമായി. വരുണും അമ്മയും ഇപ്പോൾ ചിന്തിച്ചത് മരിച്ചുപോയ തന്റെ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛനാണ് തന്റെ ഭാര്യയുടെ വയറ്റിൽ കുഞ്ഞായി ജനിക്കാൻ പോകുന്നത് എന്ന്. എന്നാൽ ഈ പരിശോധനയ്ക്ക് പോകുമ്പോഴാണ് മനസ്സിലായത് ദിവ്യയുടെ ശരീരം വളരെ വീക്കാണ്. ഒരു കുഞ്ഞൊന്നും പ്രസവിക്കാനുള്ള ശേഷി അവൾക്കില്ല. അതുകൊണ്ട് ഈ കുഞ്ഞ് വേണ്ട, അബോർഷൻ ചെയ്യാനായിരുന്നു ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടത്. ദിവ്യയും അത് സമ്മതിച്ചു. കാരണം ഇതിനകം 2 കുഞ്ഞുങ്ങളുണ്ട്. ഇനി ഈ കുഞ്ഞിന് വേണ്ടി താൻ റിസ്ക് എടുത്ത് തന്റെ ജീവൻ പോവുകയാണെങ്കിൽ മക്കളെ ആര് നോക്കുമെന്ന ചിന്തയിൽ അവൾ അബോർഷൻ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ അപ്പോഴാണ് വരുണിനും അവന്റെ അമ്മയ്ക്കും ഇതിൽ വലിയൊരു എതിർപ്പുണ്ടാകുന്നത്. നിനക്കെങ്ങനെ ഇത് തീരുമാനിക്കാൻ സാധിക്കും? ജനിക്കാൻ പോകുന്നത് എൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ്. ആ കുഞ്ഞ് ജനിച്ചേ മതിയാകൂ. നിന്റെ ജീവനെക്കുറിച്ച് എനിക്ക് യാതൊരു ആശങ്കയുമില്ല. ഈ ഒരു രീതിയിൽ ആ 2 പേരും ദിവ്യയോട് വളരെ കെയർലെസ് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം ദിവ്യ ഈ 2 പേരും അറിയാതെ ആശുപത്രിയിൽ ചെന്ന് അബോർഷൻ ചെയ്യുന്നു. ഈ കാര്യം അറിഞ്ഞ് 2 പേരും വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ എൻ്റെ അച്ഛനെയാണ് കൊന്നത്, ജനിക്കാനിരുന്നത് എൻ്റെ അച്ഛനായിരുന്നു. ഇത് ഞാൻ തീർച്ചയായും പ്രതികാരം വീട്ടും. നിന്നെയും നിന്റെ കുടുംബത്തെയും പൂർണ്ണമായും കൊല്ലുമെന്ന് അയാൾ സംസാരിക്കാൻ തുടങ്ങി. ദിവ്യ പക്ഷെ ഇതൊന്നും വലിയ കാര്യമാക്കിയില്ല. പക്ഷെ വരുൺ എങ്ങനെയെല്ലാം കൊല്ലാമെന്ന് പദ്ധതി ഇടാൻ തുടങ്ങി. അപ്പോഴാണ് സദ്ദാം ഹുസൈൻ എഴുതിയ ഒരു ബുക്ക് വായിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി അനുസരിച്ച് തന്റെ ശത്രുക്കളെ ഇങ്ങനെ വിഷം കഴിച്ചു കൊല്ലുന്ന ഒരു സ്ട്രാറ്റജി. അങ്ങനെ വിഷം കൊടുത്ത് കൊല്ലാം എന്നുള്ളതിനെ കുറിച്ച് വരുൺ ചിന്തിക്കുന്നു. അതെങ്ങനെ വാങ്ങാം എന്നുള്ളതിനെ കുറിച്ച് എല്ലാം പദ്ധതി ഇടുന്നു. അങ്ങനെ മരുന്ന് വാങ്ങുന്നു, കുടുംബത്തിന് കൊടുത്തു, ഭാര്യയ്ക്ക് സ്പെഷ്യൽ ഡോസേജ് കൊടുത്തു. അവസാനം മുഴുവൻ കുടുംബത്തെയും അയാൾ എന്തിന് വിഷം കൊടുത്ത് കൊന്നു എന്നുള്ളതിൻ്റെ യഥാർത്ഥ സത്യം പുറത്തു വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുമോ എന്നാണ് ജനങ്ങളെല്ലാം ചിന്തിക്കാൻ തുടങ്ങിയത്. ദേവേന്ദ്രക്ക് മാത്രമല്ല, ആ മുഴുവൻ ഡൽഹി തന്നെ സത്യത്തിൽ ഞെട്ടിപ്പോയി. അവസാനം 3 പേരെയും കൊന്ന കുറ്റത്തിന്, ദേവേന്ദ്രയെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് ഇയാളുടെ പേരിൽ പല കേസുകൾ ഫയൽ ചെയ്തു. ഈ ഒരു കേസ് ഇപ്പോഴും അന്വേഷണത്തിലാണ്. ഇയാൾക്ക് പരോളില്ലാത്ത ജീവപര്യന്തം ശിക്ഷ ലഭിക്കുമെന്ന് തന്നെ കരുതാം. ഈ കേസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ലോ പോയ്സൺ, വിഷം കൊടുത്തു കൊന്നാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളതൊക്കെ സത്യമേ അല്ല.
ഒരുപാട് പേർ ചെയ്യുന്ന തെറ്റ് ശരിയായി ടെസ്റ്റ് ഒന്നും ചെയ്യില്ല. ഡോക്ടേഴ്സ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു കേസിൽ പ്രിയങ്കയ്ക്കായാലും പിന്നീടുള്ള അനിത, ദിവ്യ എല്ലാവർക്കും ബേസിക് ടെസ്റ്റ് മാത്രമാണ് ചെയ്തത്. ബേസിക് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ള വിഷാംശം കണ്ടെത്താൻ ഒരു പക്ഷേ കഴിഞ്ഞുവെന്ന് വരില്ല. എന്നാൽ വളരെ ബുദ്ധിപൂർവം അവസാനം ആ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലെ ഒരു സീനിയർ ഡോക്ടർ ഡീൻ പറഞ്ഞത് ഹെവി മെറ്റൽ ടെസ്റ്റ് ചെയ്യാമെന്നാണ്. ഹെവി മെറ്റൽ ടെസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കേസിന്റെ സത്യാവസ്ഥ പുറത്തു വന്നത്. ഈ ഹെവി മെറ്റൽ ടെസ്റ്റ് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് ബ്ലഡ് എടുത്ത്, യൂറിൻ എടുത്ത്, തലമുടിയൊക്കെ എടുത്ത് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമ്മുടെ കാൽ വിരലിലെ നഖത്തിലും ഉണ്ടാകും. ഇത് കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നും. തലയിലെ മുടിയിലും കാൽ വിരലിലെ നഖം, ഇത് രണ്ടും ടെസ്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള വിഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടെത്താൻ സാധിക്കും. ഈ ടെസ്റ്റിന്റെ പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത് ഹെവി മെറ്റൽ ടെസ്റ്റ് എന്നാണ്. അതായത് നമുക്ക് നൽകുന്ന സ്ലോ പോയിസൺ ഒരു മെറ്റൽ പോലെ ആയിരിക്കും പ്രവർത്തിക്കുക. എന്തിന്? ഒരു പക്ഷേ ഒരാൾ ഇങ്ങനെയുള്ള വിഷം കഴിച്ച് മരിക്കുകയാണ്, ശരീരം ദഹിപ്പിക്കുകയാണ്, ആ ചാമ്പലിൽ നിന്ന് പോലും ഈ വിഷാംശം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയുള്ള കേസ് പോലും ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു കേസിനെ കുറിച്ച് അറിയാൻ താല്പര്യമാണെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ആ കേസിനെ കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഇങ്ങനെ അവർക്ക് നൽകിയിട്ടുള്ള വിഷം എന്നത് എത്രത്തോളം ചൂടിൽ എരിഞ്ഞു പോയാലും, കത്തിക്കരിഞ്ഞ് ചാമ്പലായാൽ പോലും ആ ശരീരത്തിലുള്ള വിഷം, ആ മെറ്റൽ, കണ്ണിൽ പോലും കാണാൻ കഴിയാത്ത മെറ്റൽസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ ഇവയൊക്കെ തീ കൊണ്ടുപോലും നശിപ്പിക്കാൻ സാധിക്കില്ല. അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും ആ സ്ലോ പോയിസൺ. അതൊരു മെറ്റലാണ്, വളരെ ഷാർപ്പായ ചെറിയ ചെറിയ മെറ്റൽസ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഹെവി മെറ്റൽ ടെസ്റ്റ് എന്നും പറയുന്നത്. സത്യത്തിൽ സ്ലോ പോയിസൺ നൽകിയാൽ എങ്ങനെ വേണമെങ്കിലും കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ സ്ലോ പോയിസൺ ഒക്കെ കൊടുത്ത് ഒരാളെ കൊല്ലണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സ്വപ്നത്തിൽ പോലും അത് ചിന്തിക്കാതിരിക്കുക. 100% നിങ്ങൾ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.